നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആലപ്പുഴ എരമല്ലൂരിൽ KSRTC ബസ് ലോറിയിലിടിച്ച് 40 പേർക്ക് പരിക്കേറ്റു. 6 പേരുടെ നില ഗുരുതരമാണ്. തിരുവനന്തപുരം പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് ആണ് ഇടിച്ചത്. നിർത്തിയിട്ട ലോറിയിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. അപകടത്തിൽപ്പെട്ടവരെ തുറവൂർ താലൂക്ക് ആശുപത്രിയിലും നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എരവല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ദേശീയപാതയുടെ ഉയരപ്പാത നിർമ്മാണ ജോലി നടക്കുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡിലാണ് അപകടം നടന്നത്. യാത്രക്കാർക്ക് അല്പസമയം ഗതാഗതക്കുരുക്ക് നേരിടേണ്ടി വന്നു. നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി വന്ന ലോറിയിലാണ് KSRTC ഇടിച്ചത്. നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പെട്ടെന്ന് തന്നെ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അപകട കാരണം ഇതുവരെ വ്യക്തമല്ല. നഗരഹൃദയത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സെന്റ് പാട്രിക് പള്ളിക്ക് പിന്നിലെ മതബോധന ഓഫീസിൽ വൻ തീപിടുത്തം. ശനിയാഴ്ച പുലർച്ചെ ഏകദേശം 4:45 തീപിടുത്തം ഉണ്ടായത്. കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. ചാലപ്പുറം പുഷ്പ ജംഗ്ഷന് സമീപം ഫ്രാൻസിസ് പാലത്തിന്റെ തുടക്കത്തിൽ റെയിൽവേ പാളത്തിന് തൊട്ടടുത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടത്തിന് സമീപം പാർക്ക് ചെയ്ത കാറിനും ഭാഗികമായി തീപിടിച്ചു. പള്ളി വികാരിയുടെ കാറിനാണ് തീപിടിച്ചത്. CCTV ദൃശ്യങ്ങളിൽ ഒരാൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത് കാണാം. പള്ളിയുടെ കെട്ടിടത്തിനും കാറിനും ആരോ തീയിട്ടുവെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ചെമ്മങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇറാൻ യുദ്ധത്തിനിടെ പെട്രോൾ ഡീസൽ വിലയിൽ വമ്പൻ വർധനവുമായി പാകിസ്ഥാൻ. പെട്രോളിനും ഹൈസ്പീഡ് ഡീസലിനും ലിറ്ററിന് 55 പാകിസ്ഥാനി രൂപയാണ് കൂട്ടിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനവാണിത്. ലോകത്തിന്റെ 20% ക്രൂഡ് ഓയിൽ വ്യാപാരം നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെയാണ് വില വർധന. അതേസമയം പാകിസ്ഥാനിൽ ആവശ്യത്തിനുള്ള പെട്രോളിയം ശേഖരമുണ്ടെന്നും വില വർധന പ്രഖ്യാപിച്ചുകൊണ്ട് പാക് പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക്, വിദേശകാര്യമന്ത്രി ഇഷഖ്ദർ, ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് എന്നിവർ പറഞ്ഞു. പുതിയ പ്രഖ്യാപനത്തോടെ പാകിസ്ഥാനിലെ ഹൈസ്പീഡ് ഡീസൽ വില ലിറ്ററിന് 335.86 പാകിസ്ഥാനി രൂപ നൽകേണ്ടി വരും. നിലവിലെ വില 280.86 രൂപയാണ്. ഏകദേശം 20% വർധന. പെട്രോൾ ലിറ്ററിന് 321.17 പാകിസ്ഥാനി രൂപയായി നിലവിലുണ്ടായിരുന്ന 266.17 രൂപയിൽ നിന്ന് 16% വർധന. ഫെബ്രുവരി 28 ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രായേൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ലോകത്ത് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ്. ഖമേനിയെ കൊലപ്പെടുത്താനായി നടത്തിയ ആക്രമണത്തിനായി ഉപയോഗിച്ചത് ഇസ്രായേലിന്റെ റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത ബ്ലൂ സ്പാരോ എന്ന എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ മിസൈലിനെ തടയുക എന്നത് എന്തുകൊണ്ടാണ് ഇത്ര പ്രയാസകരമായ ദൗത്യമായെന്ന് മനസ്സിലാക്കാൻ അതിന്റെ പ്രവർത്തന രീതി അറിയേണ്ടതുണ്ട്. 2026 ICC T20 ലോകകപ്പിൽ മികച്ച ഫോമിലാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ. സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ 97 റൺസ് നേടിയ സഞ്ജു ഇന്ത്യയെ അവിസ്മരണീയ വിജയത്തിലേക്ക് നയിച്ചു. തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിൽ സഞ്ജു 89 റൺസ് അടിച്ചുകൂട്ടിയ സ്ഫോടനാത്മക ഇന്നിംഗ്സ് ഇന്ത്യയെ 253/7 എന്ന സ്കോറിലെത്തിക്കുകയും ഒടുവിൽ മത്സരം 7 റൺസിന് വിജയിപ്പിക്കുകയും ചെയ്തു. മാർച്ച് 8 ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യൻ ടീം ന്യൂസിലൻഡിനെതിരെ നേരിടും. കിരീട പോരാട്ടത്തിന് മുന്നോടിയായി മുൻ ഇന്ത്യൻ പരിശീലകൻ രവി ശാസ്ത്രി സഞ്ജു സാംസണിനെ മികച്ച ഫോമിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തി. സഞ്ജുവിന്റെ മാനസിക മാറ്റവും സ്ഥിരതയിലുള്ള ശ്രദ്ധയുമാണ് താരത്തിന്റെ സമീപകാല വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളെന്ന് ശാസ്ത്രി വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.